5 മാസത്തിനിടെ 1.95 ലക്ഷം സമൂഹമാധ്യമ പോസ്റ്റ് വിലക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചതായി റിപ്പോർട്ട്. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് 1 ലക്ഷം, ഫേസ്ബുക്കിൽ നിന്ന് 80,000, യൂട്യൂബിൽ നിന്ന് 15,000 പോസ്റ്റുകൾ നീക്കാൻ ആണ് കേന്ദ്രം നിർദ്ദേശിച്ചത്. മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള കണക്കാണിത്. CJP സമരകാലത്താണ് കൂടുതൽ വിലക്കുകൾ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത് ലാൽ, ഈ സമൂഹമാധ്യമ പോസ്റ്റുകൾ വ്യക്തികളെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ അതിനെതിരെ കേന്ദ്രം ഇത്തരം വിലക്കുകൾ ഏർപ്പെടുത്താൻ പറയുക എന്ന് വെച്ചാൽ അതിനെ വരെ ഭയക്കുന്നു എന്നല്ലേ സൂചിപ്പിക്കുന്നത്? ലിനിഷ അതുതന്നെയാണ്, ലിനിഷ സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ 5 മാസത്തിനിടയിൽ ഇത്രയധികം പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരം നീക്കം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിവരം. അതുപോലെ തന്നെ വളരെ പ്രധാനം, 1 മിനിറ്റിൽ ഒരു പോസ്റ്റ് നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഉത്തരവ് നൽകുന്നു എന്നുള്ളതാണ് സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ നീക്കിയതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണിത്. കാരണം കേരളത്തിലടക്കം ഇപ്പോൾ മെറ്റ അടക്കമുള്ള കേരള സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ പോസ്റ്റുകൾ അടക്കം നീക്കപ്പെട്ട സാഹചര്യം കൂടി കൂട്ടിച്ചേർത്ത് വേണം ഇത് നമുക്ക് കണക്കാക്കാൻ. കാരണം ഇത്രയും 1,95,000 പോസ്റ്റുകൾ 5 മാസത്തിനിടെ നീക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു തരത്തിലുള്ള സമൂഹ മാധ്യമം അല്ലെങ്കിൽ ഒരു മാധ്യമ നിയന്ത്രണത്തിലേക്ക് അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. ഏതായാലും കേരളത്തിൽ എത്ര നീക്കിയിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കിപ്പോൾ വ്യക്തമല്ല. ഏതായാലും CJP പ്രക്ഷോഭകാലത്ത് പാർട്ടികളുടെ സമയത്താണ് ഏറ്റവും കൂടുതൽ പോസ്റ്റുകൾ നീക്കപ്പെട്ടത് എന്ന് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്താണ് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച നിർദ്ദേശം മെറ്റയ്ക്കും അതേപോലെ തന്നെ ഫേസ്ബുക്കിനും അതേപോലെ ഇൻസ്റ്റയ്ക്കും അടക്കം അല്ലെങ്കിൽ എക്സിനടക്കം നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ നീക്കിയിരിക്കുന്നത് ഇൻസ്റ്റയിൽ നിന്നാണ് എന്നും കൂടി എടുത്തു പറയുമ്പോൾ ഇൻസ്റ്റയ്ക്കുള്ള സ്വാധീനത്തെക്കുറിച്ച് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ലിനിഷ, ശരി, ശരത്ത് തുടരുക. ശരത്തിൽ നിന്ന്